إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലോകത്ത് മനുഷ്യന്മാരെ സംരക്ഷിക്കുന്ന, മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള സകല നിയമങ്ങളും അതിന്റെ പൂർണ്ണമായ രീതിയിൽ നിലകൊള്ളുന്ന ഒരു ശരീഅത്താണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അഥവാ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ തുടക്കകാലം മുതൽക്കു തന്നെ അല്ലാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുള്ള മതനിയമങ്ങളെ പരിഹസിക്കുകയും നിഷേധിക്കുകയും അതിന്റെ ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് താറടിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇതിന്റെ ആദ്യകാലം മുതൽക്കു തന്നെ ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സംരക്ഷണമുള്ള, മനുഷ്യന്മാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, അവർക്ക് ഇരു ലോകത്തും സംരക്ഷണം നൽകുന്ന ഒരു ശരീഅത്താണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ. അതിനേക്കാൾ നല്ല ഒരു മതസംഹിതയും മതനിയമവും ഇനി ഭൗതിക നിയമവും നമുക്ക് കാണാൻ സാധ്യമല്ല. അങ്ങനെ ഉണ്ട് എന്നൊരു മുസ്ലിമിന് വിശ്വസിക്കാനും പാടുള്ളതല്ല. ഈ അടുത്ത് നടന്ന കേസുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ശരീഅത്തിനെ പല രീതിയിലും കൊച്ചാക്കാൻ ചില ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ട്. അറിവില്ലായ്മ കൊണ്ട് ചില മുസ്ലിമീങ്ങളും അതിൽ പങ്കാളികളായിട്ടുണ്ട്. സഹോദരന്മാരെ, ഇസ്ലാമിക ശരീഅത്തിന്റെ പ്രത്യേകിച്ചും ദിയയും ഹുദൂദുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമങ്ങൾ അത്യുജ്വലമാണ്. അത് മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ മഹത്വവും അതിന്റെ മഹാത്മ്യവും നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുകയുള്ളൂ. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ മൊത്തം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യന്റെ 5 കാര്യങ്ങളുടെ സംരക്ഷണമാണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ.
ഇസ്ലാമിലെ ഏത് നിയമങ്ങളാണെങ്കിലും, അത് ഹലാലാണെങ്കിലും ഹറാമാണെങ്കിലും അനുവദിക്കപ്പെട്ടതാണെങ്കിലും വാജിബാണെങ്കിലും ഏത് നിയമങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഈ 5 കാര്യങ്ങളുമായി കൊണ്ട് ബന്ധപ്പെട്ടതാണ്. അതിലൊന്ന് മനുഷ്യന്റെ ദീനാണ്, മതം. രണ്ടാമത്തെ കാര്യം അവന്റെ ശരീരമാണ്, ഒരു മനുഷ്യന്റെ ശരീരം. അത് സംരക്ഷിക്കാൻ ആവശ്യമായ നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്. മൂന്നാമതായി മനുഷ്യന്റെ ബുദ്ധിയാണ്. ആ ബുദ്ധിയെ അവൻ സംരക്ഷിക്കണം, അതിനുവേണ്ട നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. നാലാമതായി അവന്റെ കുടുംബമാണ്, അതിന്റെ നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അഞ്ചാമതായി അതിന്റെ സമ്പത്താണ്. ഇങ്ങനെ സമ്പത്ത്, കുടുംബം, ബുദ്ധി, ശരീരം, അവന്റെ മതം, ഈ 5 കാര്യങ്ങളുടെ സംരക്ഷണമാണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ. ഈ 5 കാര്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കോട്ടം തട്ടുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ടാവും. ഈ 5 കാര്യങ്ങളെ പരിപോഷിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെല്ലാം ഇസ്ലാം പ്രോത്സാഹനം കൊടുക്കുകയും ചിലപ്പോൾ നിർബന്ധമാക്കുകയും ചിലപ്പോൾ സുന്നത്താക്കുകയും ചെയ്തിട്ടുണ്ടാകും. ഈ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇരു ലോകത്തും അവന് സംതൃപ്തമായ ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്ക് ആവശ്യമില്ല. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ ആദരിച്ച ശരീഅത്താണ്. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. മറ്റുള്ള പല സൃഷ്ടികളെക്കാളും അള്ളാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത സൃഷ്ടിയാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താനങ്ങൾ. ഈ 5 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു മനുഷ്യന്റെ ജീവൻ എന്നുള്ളത്. ആ ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. ജീവനുണ്ടെങ്കിൽ അവന്റെ ദീനുണ്ടാവുകയുള്ളൂ, അവന് ബുദ്ധി ഉണ്ടാവുകയുള്ളൂ, കുടുംബം, അവന്റെ സമ്പത്ത് എല്ലാം അവന്റെ ജീവനുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു ജീവനെ ഹനിച്ചു കളയുക എന്നുള്ളത് വളരെ വലിയ കുറ്റമായിട്ടാണ് ഇസ്ലാം ഗണിച്ചിട്ടുള്ളത്. വലാ തഖ്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അള്ളാഹു പവിത്രമാക്കിയ, അള്ളാഹു വിശുദ്ധമാക്കിയ നഫ്സുകളെ നിങ്ങൾ ഒരിക്കലും വധിച്ചു കളയരുത്, അതിൻ്റെതായ മാർഗത്തിലല്ലാതെ, അഥവാ ജിഹാദിലൂടെ, അതല്ലെങ്കിൽ ഖിസാസിലൂടെ, ഇങ്ങനെയൊക്കെ അനുവദിക്കപ്പെട്ട മാർഗത്തിലല്ലാതെ ഒരിക്കലും ഒരു നഫ്സിനെ നിങ്ങൾ ഹനിച്ചു കളയരുത്. സൂറത്ത് മാഇദയിൽ കാണാം, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅൻ. അന്യായമായി അള്ളാഹ് അനുവദിക്കാത്ത രൂപത്തിൽ ഫസാദ് ഉണ്ടാക്കുന്ന രീതിയിൽ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന രീതിയിൽ ആരെങ്കിലും ഒരു മനുഷ്യനെ വധിച്ചു കളഞ്ഞാൽ ഫകഅന്നമാ ഖതല അന്നാസ ജമീഅൻ, അവൻ ലോകത്തുള്ള മുഴുവൻ സകല മനുഷ്യരെയും വധിച്ച തിന്മയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു മനുഷ്യനെ വധിക്കുന്ന ഹലാലായി കണ്ടാൽ, അതവന് മനഃപൂർവ്വം ചെയ്താൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും വധിക്കാൻ അവന് മടിയുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ വധിച്ചാൽ ഫകഅന്നമാ ഖതല അന്നാസ ജമീഅൻ വമൻ അഹ്യാഹാ, ഇനി ഒരു മനുഷ്യന് ഒരാൾക്ക് ജീവൻ കൊടുത്തു, അവൻ ജീവൻ രക്ഷിച്ചാലോ ഫകഅന്നമാ അഹ്യ അന്നാസ ജമീഅൻ, ലോകത്തുള്ള സകലരെയും രക്ഷിച്ചതിന് തുല്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിൽ പഠിപ്പിച്ചത്. എന്തുകൊണ്ടാണത്? മനുഷ്യന്റെ ജീവന് വിലയുണ്ട്, അത് അന്യായമായിക്കൊണ്ട് ഹനിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഹനിച്ചു കളഞ്ഞാൽ, അന്യായമായിക്കൊണ്ടൊരു മനുഷ്യന് വധിച്ചാൽ അവന് ശക്തമായ ശിക്ഷയാണ് ഇസ്ലാം ശരീഅത്തിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഇസ്ലാമിന്റെ ഏത് ശിക്ഷാരീതികളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഏറ്റവും കഠിനമായ ശിക്ഷ കൊലപാതകവും, അതുപോലെ തന്നെ ഒരു വ്യഭിചാരി അവൻ വിവാഹിതനാണെങ്കിൽ അവനുള്ള ശിക്ഷയുമാണ് ഏറ്റവും കഠിനമായ ശിക്ഷ. ഒരു വ്യഭിചാരി അവൻ വിവാഹം കഴിച്ചവനാണെങ്കിൽ അവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇസ്ലാമിക ശരീഅത്തിൽ അത് നടപ്പിലാക്കുന്ന ഒരുപാട് പ്രൊസീജിയറുകൾ കഴിഞ്ഞു പോകണം. അതേപോലെ തന്നെയാണ് കൊലപാതകത്തിന്റെയും. ഇങ്ങനെ എന്തിനാണ് ഇസ്ലാം ഈ മനുഷ്യരെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മനുഷ്യരെ കൊന്നാൽ അവനെ തിരിച്ചു കൊല്ലണം എന്ന് പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ഖുർആൻ കാണാം, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവരെ ചിന്തിക്കും, നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാമിക പ്രതിക്രിയ എന്ന് പറഞ്ഞാൽ, ഖിസാസ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അത് ഇസ്ലാമിലെ പ്രതിക്രിയകൾ ഒരു മനുഷ്യന്റെ ജീവന്റെ സംരക്ഷണാർത്ഥമുള്ളതാണ്. അതല്ലാതെ ഒരു മനുഷ്യന്റെ ജീവൻ അന്യായമായിക്കൊണ്ട് ഹനിക്കാനുള്ളതല്ല.
യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, കൊലപാതകത്തിൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിസാസ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഒരാളെ കൊന്നാൽ, അന്യായമായി മനഃപൂർവ്വം കൊന്നാൽ അവൻ കൊല്ലപ്പെടണം. അൽ ഹുർറു ബിൽ ഹുർരി, സ്വതന്ത്രനാണെങ്കിൽ സ്വതന്ത്രൻ, വൽ അബ്ദു ബിൽ അബ്ദി, അവൻ അടിമയാണെങ്കിൽ അടിമ, വൽ ഉൻസാ ബിൽ ഉൻസാ, ഇനി പെണ്ണാണെങ്കിൽ പെണ്ണ്, അങ്ങനെ പകരത്തിന് പകരം കൊല്ലപ്പെടണം. അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇനി ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ, ഇനി അതിന് പകരം ആ കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിൽ നിന്നാരെങ്കിലും നിങ്ങൾക്ക് മാപ്പ് തന്നാൽ ഫത്തിബാഉൻ ബിൽ മഅറൂഫ്, നിങ്ങൾ നല്ല രീതിയിൽ അതിനെ പിൻപറ്റുക. വഅദാഉൻ ഇലൈഹി ബിഇഹ്സാനിൻ, നല്ല രീതിയിൽ അവന് ദിയ കൊടുത്ത് നിങ്ങൾ ആ കൊലപാതകത്തിന് രക്ഷപ്പെടാവുന്നതാണ്. ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും വറഹ്മ, ഇത്തരം നിയമങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തഖ്ഫീഫാണ്, നിങ്ങൾക്ക് ലഘൂകരിച്ചു തന്നതാണ്. അല്ലാഹുവിന്റെ റഹ്മത്താണ് ഇതൊക്കെ, നിങ്ങൾ മനസ്സിലാക്കണം. കൊല ചെയ്ത മനുഷ്യനെ എപ്പോഴും ഇസ്ലാമിൽ കൊല ചെയ്യേണ്ടതില്ല, പുറത്തു കൊടുക്കാം. അതുപോലെ തന്നെ ദിയത്ത് വാങ്ങിയിട്ട് അവനെ രക്ഷപ്പെടുത്താം. ഇതൊക്കെ അള്ളാഹുവിന്റെ ശരീഅത്തിൽ മാത്രമുള്ള നിയമങ്ങളാണ്. ലോകത്ത് വേറെ ഒരു ശരീഅത്തിലും വേറെ ഒരു നിയമ സംവിധാനത്തിലും കൊല്ലപ്പെട്ടവന്റെ കുടുംബക്കാർക്ക് അവന് മാപ്പ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അത് ഇസ്ലാമിൽ മാത്രമാണ്. അതാണ് ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും, അത് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ളൊരു നിങ്ങൾക്കുള്ള ഇളവാണ്. വറഹ്മത്തുൻ, നിങ്ങൾക്കുള്ള കാരുണ്യമാണ്. എന്നാൽ ഫമൻ ഇഅ്തദാ ബഅദ ദാലിക്, അതിനുശേഷം ആരെങ്കിലും അതിര് കവിഞ്ഞാൽ ഫലഹു അദാബുൻ അലീം, അവർ വേദനാജനകമായ ശിക്ഷയുണ്ട്. ഇത് സൂറത്തു ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. ഇനി ഒരു മനുഷ്യനെ അതിന് മാത്രമല്ല ഖിസാസുള്ളത്. ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു അവയവത്തിന് കേടുവരുത്തി, ഒരാളുടെ കണ്ണ് പൊട്ടിച്ചു, അവിടെ കയ്യിന്റെ വിരല് പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ അവന്റെ ശരീരത്തിന് മുറിവ് പറ്റിയാൽ അതിനും വിശുദ്ധ ഖുർആനിൽ ഖിസാസ് പറഞ്ഞിട്ടുണ്ട്. അന്ന നഫ്സ ബിൻ നഫ്സ്, നഫ്സിന് പകരം നഫ്സാണ്, ജീവന് പകരം ജീവൻ. വൽ ഐന ബിൽ ഐൻ, കണ്ണിന് പകരം കണ്ണ്. വൽ അംഫ ബിൽ അംഫി, മൂക്കിന് പകരം മൂക്ക്. വൽ ഉദ്ന ബിൽ ഉദ്നി, ചെവിക്ക് പകരം ചെവി. വസ്സിന്ന ബിസ്സിന്നി, പല്ലിന് പകരം പല്ല്. ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമമാണ്. സുഹൃത്തുമായി തരുന്ന പറയാൻ വൽ ജുറൂഹ്, ഇനി ഏതെങ്കിലും പല്ലൊന്ന് മറ്റവന് മുറിവേൽപ്പിച്ചു എങ്കിൽ അതിന് സമാനമായ മുറിവ് അതിന് പകരം കൊടുക്കണം. ഇത് ഖിസാസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുള്ള നിയമമാണ്. ഇതൊക്കെ എന്തിനാണ്? ഈ മനുഷ്യന്മാർ മറ്റൊരു മനുഷ്യനെ അന്യായമായി കൊണ്ട് ആക്രമിക്കാതിരിക്കാനും അവന്റെ ജീവൻ ഹനിക്കാതിരിക്കാനും. ഫമൻ തസദ്ദഖ ബിഹി ഫഹുവ കഫാറത്തുൻ ലഹു, ഇനി ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അത് അവന് കഫാറത്തുള്ളതാണ്, അതവന് പ്രായശ്ചിത്തത്തിന് അല്ലെങ്കിൽ പാപമോചനത്തിന് അത് കാരണമായി തീരുമെന്ന് സൂറത്ത് മാഇദയിൽ 45-ാമത്തെ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുക. അപ്പൊ ചെറിയ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കിയാൽ പോലും അതിന് പകരമുണ്ട്. ഇതാണ് ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ കാഴ്ചപ്പാട്. എത്ര സമ്പൂർണമാണ്. ഇനി കൊലപാതകങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ 3 രീതിയിൽ കൊലപാതകങ്ങളുണ്ട്. മനഃപൂർവ്വമുണ്ട്, ഇനി മനഃപൂർവ്വത്തോട് സാദൃശ്യമുള്ളതുണ്ട്, അതല്ലെങ്കിൽ അബദ്ധത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മനഃപൂർവ്വം അംദൻ അല്ലെങ്കിൽ ശിബുൽ അംദ്, അതല്ലെങ്കിൽ ഖത. മനഃപൂർവ്വമായ കൊലപാതകം എന്ന് പറയുമ്പോൾ അതിന് 4-5 രീതിയിലുള്ള കാര്യങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട്. ഒന്ന്, ഖിസാസ് നിർബന്ധമായും ഖിസാസ് എടുക്കും, അഥവാ അവൻ കൊല ചെയ്യപ്പെടാൻ അർഹതയുള്ളവനാണ്. രണ്ടാമതായിക്കൊണ്ട് ശരീഅത്ത് പറയുന്നത് അവന് ദിയ വാങ്ങിക്കൊണ്ട് വേണമെങ്കിൽ രക്ഷപ്പെടാം. മൂന്നാമതായിക്കൊണ്ട് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വലിയകൾ മാപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് രക്ഷപ്പെടാവുന്നതാണ്. ഈ ദിയ കൊടുക്കേണ്ട ഉത്തരവാദിത്വം അഥവാ ബ്ലഡ് മണി കൊടുക്കേണ്ട ഉത്തരവാദിത്വമുള്ളത് ഈ ഖാത്തിലിനാണ്. ആരാണോ കൊന്നത്, മനഃപൂർവ്വം കൊന്നത്, അവനാണ് അതിന്റെ ദിയയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വമുള്ളത്. കഫാറത്ത് വേറല്ല. ഒന്നുകിൽ കൊല്ലപ്പെടുക, അതല്ലെങ്കിൽ ദിയ കൊടുത്ത് രക്ഷപ്പെടുക, അതല്ലെങ്കിൽ വലിയകൾ മാപ്പ് കൊടുക്കുക. ഈ 3 ഓപ്ഷൻ ഇല്ലാതെ അവൻ ആ കുറ്റത്തിന് മേൽ കഫാറത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. കഫാറത്ത് എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് മനഃപൂർവ്വമുള്ള കൊലപാതകം. ഇനി ശിബുൽ ആംദ് എന്ന് പറയും, അഥവാ അവനെ കൊല്ലണമെന്ന് ഉദ്ദേശത്തിലല്ല, പക്ഷെ മരണപ്പെട്ടുപോയി. ഒരാളെ വടി കൊണ്ടടിച്ചു, അല്ലെങ്കിൽ സാധാരണ ഉപയോഗിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടവനെ ചെറുതായെന്ന് പ്രഹരിച്ചു, അവൻ മരിച്ചുപോയി. ഇതിലും ഖിസാസ് കൊല്ലപ്പെടുക എന്ന അവസ്ഥയില്ല. അതേ സമയത്ത് കഠിനമായ ദിയ ഉണ്ടായിരിക്കും. ഇവൻ പറയുന്ന കഠിനമായ ദിയ ഉണ്ടായിരിക്കും. ഈ ദിയ കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. മനഃപൂർവ്വമുള്ള കൊലയും മനഃപൂർവ്വമല്ലാത്ത കൊലയും തമ്മിൽ വ്യത്യാസമുണ്ട് ദിയത്തിന്റെ വിഷയത്തിൽ. മനഃപൂർവ്വമായ കൊലയാണെങ്കിൽ അതിന്റെ ബ്ലഡ് മണി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഖാത്തിലിനാണ്, കൊലപാതകിക്കാണ്.
അതേ സമയത്ത് മനഃപൂർവ്വമല്ലെങ്കിൽ അല്ലെങ്കിൽ അബദ്ധത്തിലാണെങ്കിൽ അതിന്റെ ബ്ലഡ് മണിയുടെ ഉത്തരവാദിത്വം ഈ മനുഷ്യന്റെ പിതാവിന്റെ കുടുംബക്കാർക്കാണ്. ആഖിലത്ത് എന്ന് പറയും ശരീഅത്തിന്റെ ഭാഷയിൽ. അഥവാ ഈ മനുഷ്യന്റെ പണം അനന്തരമായി എടുക്കുന്ന ആളുകൾ, അവരാണ് ഇതിന്റെ ബ്ലഡ് മണി കണ്ടെത്തേണ്ട ഉത്തരവാദിത്തമുള്ളത്. റസൂലുള്ളാഹിന്റെ ഹദീസിൽ വളരെ വ്യക്തമായി വന്നതാണ്. മാത്രമല്ല ശിബ്ഹുൽ അംദാണെങ്കിലും അതിൽ കുറ്റമുണ്ട്, അവൻ തൗബ ചെയ്യണം. ഇത് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതേപോലെ തന്നെ അബദ്ധത്തിലുള്ള കൊലയാണെങ്കിലും ഖിസാസില്ല, ദിയ അത്ര തന്നെ ഇല്ല. ഈ രണ്ട് കാര്യത്തിന്റെയും അത്ര തന്നെ ഇല്ല. അതേപോലെ തന്നെ ഈ ബ്ലഡ് മണിയുടെ ഉത്തരവാദിത്തം ഇവന്റെ കുടുംബക്കാർക്കാണ്. ഇനി അബദ്ധത്തിൽ സംഭവിച്ച കൊലയാണെങ്കിൽ അതിന് കഫാറത്ത് കൊടുക്കണം. കഫാറത്ത് എന്നാൽ പ്രായശ്ചിത്തം കൊടുക്കണം. അത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ട് സൂറത്തുൻ നിസായിൽ കാണാം, വമാ കാന ലിമുഅ്മിനിൻ അൻ യഖ്തുല മുഅ്മിനൻ ഇല്ലാ ഖതഅ. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസി ഒരിക്കലും ഹനിക്കാൻ പാടില്ല, അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്നതല്ലാതെ. മനഃപൂർവ്വം ഒരു മുസ്ലിം ഒരു മുസ്ലിമിനെ കൊല്ലാൻ പാടുള്ളതല്ല. അത് വളരെ ശക്തമായ ഹറാമാണ്. ഇനി അബദ്ധത്തിൽ അങ്ങനെ വല്ലത് സംഭവിച്ചാൽ, വമൻ ഖതല മുഅ്മിനൻ ഖതഅൻ, ഇനി അബദ്ധത്തിൽ മുഅ്മിനെ ഒരാൾ കൊന്നുകളഞ്ഞാൽ, ഫതഹരീറു റഖബത്തിൻ മുഅ്മിനത്തിൻ, അതിൽ ഒന്നാമത്തെ പ്രായശ്ചിത്തം എന്താണ്? ഈ പറയുന്ന ദീൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നാമത്തെ പ്രായശ്ചിത്തം ഒരു മുഅ്മിനായ അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അടിമ സമ്പ്രദായം നിലവിലില്ല. അതുകൊണ്ട് തന്നെ അടിമയെ മോചിപ്പിക്കാൻ കഴിയില്ല. പക്ഷെ അത് മാത്രമല്ല, വദിയത്തും മുസല്ലമത്തുൻ ഇലാ അഹ്ലിഹി, ആ കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിലേക്ക് ദിയ കൊടുക്കണം, ബ്ലഡ് മണി കൊടുക്കണം, പ്രായശ്ചിത്തം കൊടുക്കണം. ഇല്ല അയ്യസദ്ദഖൂനി, അവർ വിട്ടുകൊടുത്തെങ്കിലല്ലാതെ. വിട്ടുകൊടുക്കാനൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കല്ലാതെ. ഇനി അതിന്റെ അവസാന ഭാഗത്തുള്ള പറയാം, ഫമല്ലം യജിദ്, ഇനി ഒരാൾക്ക് അടിമയെ മോചിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഫസിയാമു ശഹറൈനി മുതതാബിഈൻ, തുടർച്ചയായി 2 മാസം അയാൾ നോമ്പ് നോൽക്കണം. ഒരു വിശ്വാസിയുടെ രക്തം അന്യായമായി കൊണ്ട് ചിന്തി അവന്റെ ജീവൻ അപകടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവൻ തുടർച്ചയായി 2 മാസം നോമ്പ് നോൽക്കണം. തൗബത്തും മിനല്ലാഹ്, അപ്പോഴേ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവന് തൗബ കിട്ടുള്ളൂ. ഇവിടെ സഹോദരന്മാരെ, ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടി പറയാം. സാധാരണയായി അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്ന കുറ്റകൃത്യത്തെ സംബന്ധിച്ചാണ് അള്ളാഹുവോട് പറയുന്നത്. പക്ഷേ പലപ്പോഴും മനഃപൂർവ്വമായിട്ടുള്ള രീതിയിൽ തന്നെ ഈ ഒരു ഖതഇന്റെ രൂപത്തിൽ സമൂഹത്തിൽ സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഈ അബോർഷന്റെ വിഷയത്തിൽ സ്ത്രീകൾ ഗർഭം ധരിച്ച് ആ കുഞ്ഞ് ഗർഭത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഗർഭസ്ഥ ശിശുവിനെ അബോർഷൻ ചെയ്യുക എന്നുള്ളത് ഇന്ന് മുസ്ലിം സമുദായത്തിൽ വ്യാപകമായിരിക്കുന്നു എന്ന് മാത്രമല്ല, അതൊരു കുറ്റമായി പോലും കാണാത്ത അവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾ എത്തിയിരിക്കുന്നു. നഊദു ബില്ലാഹ്. ഒരു മുസ്ലിമായ പിഞ്ചു പൈതലിനെ, ആ ജീവനുള്ള പിഞ്ചു പൈതലിനെ അബോർഷൻ ചെയ്യുക, അത് വളരെ ഗുരുതരമായ ഹറാമാണ്. അങ്ങനെ ഒരു മനുഷ്യൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ വളരെയധികം ഖേദിച്ചു മടങ്ങണം. എന്ന് മാത്രമല്ല, 2 മാസക്കാലം തുടർച്ചയായിക്കൊണ്ടവൻ നോമ്പ് നോൽക്കണം. അതിന് കൂട്ടുനിന്നവരും ആരാണ് ചെയ്തതെങ്കിൽ. മുസ്ലിം സമുദായം അറിയുന്നില്ല. ഡോക്ടർമാർ പറയും, ഏതെങ്കിലും ഡോക്ടർമാർ പറയും പ്രശ്നമാണ്, വൈകല്യമുണ്ട്, അബോർഷൻ ചെയ്യല്ലേ. ചെയ്യുക. ഇതൊരു ജീവനുള്ള കുഞ്ഞിനെ, മനുഷ്യക്കുഞ്ഞിനെ കത്രിക കൊണ്ട് മുറിച്ചെടുത്ത് കഷ്ണമാക്കി മുറിച്ചെടുത്ത് അബോർഷന്റെ രീതി എങ്ങനെയാണ്? ഗർഭപാത്രത്തിലേക്ക് കത്രിക കയറ്റി കഷ്ടമായി മുറിച്ചെടുത്ത് ആ മുസ്ലിം കുഞ്ഞിനെ, മുഅ്മിനത്തായ ആ പിഞ്ചു പൈതലിനെ കഷ്ടമാക്കി എടുക്കാൻ ഇന്ന് മുസ്ലിങ്ങൾ രക്ഷിതാക്കൾക്ക് യാതൊരു പേടിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാർ ചെയ്യണം. അടിമയെ മോചിപ്പിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇന്ന് കയ്യിൽ ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹുവിന് ആത്മാർത്ഥമായി തൗബ ചെയ്ത് സ്വന്തം പൈതലിനെ കൊന്ന കുറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ മനഃപൂർവ്വമായിരിക്കൂല, അറിഞ്ഞുകൊണ്ടായിരിക്കൂല. ഷഹ്റൈനി മുതതാബിഈൻ, നിർബന്ധമായും അവൻ 2 മാസക്കാലം വിടതടവില്ലാതെ നോമ്പ് നോൽക്കണം. ഒറ്റ ദിവസം വിടാൻ പാടില്ല. സ്ത്രീകളാണെങ്കിൽ അവിടെ അശുദ്ധി കഴിഞ്ഞാൽ ഉടനെ അതിലേക്ക് നോമ്പിലേക്ക് പ്രവേശിക്കണം. ഇത് ഇസ്ലാമിന്റെ നിയമമാണ്. തൗബത്തും മിനല്ലാഹ്, അത് എന്നാലേ അള്ളാഹ് തൗബ സ്വീകരിക്കുള്ളൂ എന്നല്ല പറഞ്ഞു. ഇത് ഞാൻ പറയാൻ കാരണം, ഇന്ന് അബോർഷൻ എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ഒരു കുറ്റവുമില്ലാത്ത, പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ നടത്തുന്ന ഹോസ്പിറ്റലുകൾ പോലും വ്യാപകമായി നടത്തുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണാം. നമുക്ക് അള്ളാഹു ഒരു കുഞ്ഞിനെ നമ്മുടെ ഭാര്യയുടെ ഗർഭാശയത്തിൽ അള്ളാഹ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാവി അള്ളാഹ് നോക്കിക്കോളൂ. ചില ആൾക്കൊരു മാരകമായ രോഗം ഉണ്ടായിക്കോട്ടെ, പ്രസവിച്ചിട്ട് മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ.
ജീവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അപകടത്തിൽപ്പെട്ട് നട്ടെല്ല് തറന്ന് നീ എണീറ്റ് നിൽക്കാൻ പോലും കഴിയാതെ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്? അവരെ നമ്മൾ കൊല്ലുന്നുണ്ടോ? ആളുകൾ ന്യായം കണ്ടെത്താണ്. വലിയ സാമ്പത്തിക ഉത്തരവാദിത്വം നിങ്ങൾക്ക് വരും, അതുകൊണ്ട് ഗർഭത്തിൽ നിന്ന് തന്നെ കൊന്നാളിയും. വലിയ ആക്സിഡന്റുകൾ പെട്ടുകൊണ്ട് നട്ടെല്ല് തകർന്ന് ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ കോമയിൽ കഴിയുന്ന എത്ര ആളുകളുണ്ട് ദുനിയാവിൽ. അവരൊക്കെ വാപ്പാര് കൊല്ലാൻ തീരുമാനിച്ചെന്തേക്കാരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. അതുകൊണ്ട് വളരെ ഗുരുതരമായ തെറ്റാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തോപ ചെയ്ത് മടങ്ങണം. 2 മാസക്കാലം തുടർച്ചയായിക്കൊണ്ട് നോൽപോയി. ഞാൻ സാന്ദർഭികം പറഞ്ഞു എന്നുള്ളൂ. ഇനി അതേപോലെ തന്നെ ചില പണ്ഡിതന്മാരതിന് ദിയത്ത് പോലും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കാ ദിയത്ത് കൊടുക്കുക? ഈ കുഞ്ഞിന്റെ ഉമ്മ ഉണ്ടാകും, അല്ലെങ്കിൽ പിതാക്കന്മാരുണ്ടാകും, അവരെ ഏറ്റവും അടുത്ത കുടുംബങ്ങളുണ്ടെങ്കിൽ അവർക്ക് പോലും കൊടുക്കണം എന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതായാലും നോമ്പ് നിർബന്ധമായിക്കൊണ്ടും അവൻ നോറ്റുവിട്ടേണ്ടതുണ്ട്. ഇനി ഒരു മനുഷ്യൻ മനഃപൂർവ്വം കൊല നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകത്തിന്റെ ശിക്ഷ ഇസ്ലാമിക ശരീഅത്ത് കോടതിയിൽ ഏത് രൂപത്തിലാണ് വിചാരണ നടത്തുക? ഒരു മനുഷ്യൻ കൊല നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സാഹചര്യ തെളിവുകൾ നോക്കും. എതിരെ നോക്കിയിട്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, ഹുക്കൂമത്തിന് അല്ലെങ്കിൽ ഹാക്കിമിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കാൻ എത്ര ഉള്ളൂ? ഈ കൊലപാതകം മനഃപൂർവ്വമാണോ അതല്ല അബദ്ധമാണോ? ഇത് മാത്രമേ തീരുമാനിക്കാനുള്ളൂ. ഒരു ജഡ്ജിക്ക് അത് തീരുമാനിക്കാനുള്ള അധികാരമുള്ളൂ. ഇനി ആ മനഃപൂർവ്വമാണ് കൊല നടത്തിയതെങ്കിൽ ആ കൊലയാളി എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ അത് ഇസ്ലാമിക ഹാക്കിമല്ല തീരുമാനിക്കുക, കൊലയാളിയുടെ കുടുംബമാണ് തീരുമാനിക്കുക. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. വിശുദ്ധ ഖുർആൻ പറയാൻ, വമൻ ഖുതില മദ്ലൂമൻ, ആരെങ്കിലും ആക്രമിക്കപ്പെട്ട് അല്ലെങ്കിൽ മദ്ലൂമായി കൊല്ല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫഖദ് ജഅൽനാ ലി വലിഹി സുൽത്താന, ആ കൊല്ലപ്പെട്ടവന്റെ വലിയന് നാം വലിയ അധികാരം നൽകിയിരിക്കുന്നു. ഹാക്കിമിനല്ലാതെ അവിടെ അധികാരം. ഹാക്കിമിനെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം ഈ കൊലപാതകം പ്രതി ചെയ്ത കുറ്റം മനഃപൂർവ്വമാണോ അതല്ല അബദ്ധത്തിൽ സംഭവിച്ചതാണോ, അതല്ല മനഃപൂർവ്വത്തോട് സാദൃശ്യമുള്ളതാണോ, ഈ മൂന്നിലേതെങ്കിലും ഒന്ന് നിർണയിച്ചു കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ പ്രത്യേകിച്ച് മനഃപൂർവ്വമാണെങ്കിൽ ആ മനഃപൂർവ്വത്തിന്റെ വിധി തീരുമാനിക്കാനുള്ള അധികാരം വലിയ സുൽത്താന, അവന്റെ വലിയനാണുള്ളത്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറയുന്നു, വഫീ ഹാദിഹിൽ ആയ ദലീലുൻ ഇലാ അന്നൽ ഹഖ്ഖ ഫിൽ ഖത്ലിൽ വലിയ്യി, ഇവിടെ കൊല്ലണോ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആ കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിനാണുള്ളത്. ഫലാ യുഖ്തസ്സു ഇല്ലാ ബിഇദ്നിഹി, അതുകൊണ്ട് തന്നെ ആ കൊലയാളിയുടെ ഖിസാസ് നടപ്പിലാക്കുന്നത് ഈ കൊല ചെയ്യപ്പെട്ടവന്റെ കുടുംബത്തിന്റെ അനുവാദത്തോടു കൂടി തന്നെയായിരിക്കണം. വൈൻ അഫാ, ആ കൊലയാളിയുടെ അവന് കൊലയാളിക്ക് കുടുംബം പുറത്തു കൊടുത്താൽ സഖത്തൽ ഖിസാസ്, അവനിൽ നിന്ന് ഖിസാസ് മാറ്റപ്പെടുന്നതാണ്. ഇല്ലെങ്കിൽ ദിയ വേണമെന്ന് കുടുംബത്തിന് ആവശ്യപ്പെടാം. അത് ബ്ലഡ് മണി വേണമെന്ന് പറയും. ദിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹദീസിൽ കാണാം, അല ഇന്ന ദിയത്തൽ ഖതഇശ് ബിൽ ഹംദി മാ കാന ബിസ്സൗതി വൽ അസ 100 മിനൽ ഇബിലി, അഥവാ ഒട്ടകത്തിൽ 100 ഒട്ടകമാണ് ഇസ്ലാമിൽ ദിയയായിക്കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 100 ഒട്ടകം. ഒരു മനുഷ്യൻ മനഃപൂർവ്വമല്ല, അതല്ലെങ്കിൽ ആ രീതിയിൽ ഖത ആയിക്കൊണ്ട് സംഭവിച്ച കൊലയാൻ റസൂലുള്ളാഹി പറഞ്ഞു, മാ കാന ബിസ്സൗതി വൽ അസ, ഒരാൾ വടി കൊണ്ടടിച്ചു, അതല്ലെങ്കിൽ ഒരു ചാട്ടവാറ് കൊണ്ടടിച്ചു. പക്ഷെ അടികൊണ്ടടിച്ച സാധാരണ ആളുകൾ മരിക്കൂല, പക്ഷെ അയാൾ മരിച്ചുപോയി. അയാൾ 100 ഒട്ടകം അതിന് ദിയായിട്ട് കൊണ്ട് കൊടുക്കണം. ഇത് റസൂലുള്ളാഹിന്റെ നിയമമാണ്. പക്ഷെ ഈ 100 ഒട്ടകം എന്ന് നമുക്കറിയാം, ഒട്ടകത്തിന്റെ വിലയും കാര്യങ്ങളും റേഷ്യൊക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അത് ചില വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ചില കേസുകളിൽ ഈ 100 ഒട്ടകത്തിന് പകരം ഹദീസിൽ കാണാം 800 ദീനാർ സ്വർണ്ണ നാണയം റസൂലുള്ളാഹി ദിയായിക്കൊണ്ട് വാങ്ങിയിട്ടുണ്ട്. അതല്ലെങ്കിൽ 8000 ദിർഹം വെള്ളി നാണയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിർഹമായി വാങ്ങി. ഈ ഹദീസുകളൊക്കെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ദിയത്തിൽ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് വ്യത്യാസം വരാം. 100 ഒട്ടകം എന്നുള്ളതാണ് അടിസ്ഥാനം. ആ 100 ഒട്ടകത്തിന്റെ സമാനമായ വിലയും അതല്ലെങ്കിൽ ആ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് വ്യത്യാസം വരാം. ഇപ്പൊ സൗദിയിൽ കുറച്ചു കാലം മുമ്പ് വരെ, അഥവാ മനഃപൂർവ്വമല്ലാത്ത കൊലയാണെങ്കിൽ അതിന് 3 ലക്ഷം റിയാലാണ് സാധാരണ അവർ അവിടുത്തെ പണ്ഡിതവും കാര്യങ്ങളൊക്കെ ഈടാക്കിയിരുന്നു. 3 ലക്ഷം റിയാൽ. അതേ സമയത്ത് മനഃപൂർവ്വമായ കൊലയാണെങ്കിൽ ഇവിടെ അല്ല നിൽക്കുക. ഇപ്പൊ ചില ആളുകൾ ഈ 1.5 കോടി റിയാൽ ചോദിച്ചതിന്റെ പേരിൽ 34 കോടി ചോദിച്ചതിന്റെ പേരിൽ ഇസ്ലാമിന് അത്രയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? ഇതിന് മലയാളികളുടെ പണം അറബികൾ തിന്നാണെന്നൊക്കെ വളരെ വൃത്തികെട്ട കമാൻഡുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാം.
അവർ ചോദിച്ചത്, അവരുടെ കുടുംബം ചോദിച്ചത് അവരുടെ നാട്ടിൽ 1.5 കോടി റിയാലാണ്. അത് നമ്മുടെ നാട്ടിലേക്ക് 34 കോടിയായി. അതിന് അവർ ഉത്തരവാദിയല്ല. കാരണം ഇന്ത്യയുടെ മൂല്യം കുറവാണ്. ഇനി വേറെ ഇന്ത്യനേക്കാൾ മൂല്യം കുറവുള്ള രാജ്യത്തേക്ക് പോയാൽ അത് 45 കോടി 55 കോടിയൊക്കെ ആവും. അതിന് അവർ ഉത്തരവാദിയല്ല. അവരുടെ നാട്ടിൽ 1.5 കോടിയാണ് അവർ ചോദിച്ചത്. ഇനി അങ്ങനെ ചോദിക്കാൻ അവർക്ക് അർഹതമുണ്ടോ? ഇസ്ലാമിൽ അനുവാദമുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് ഒരു വലിയ ആളുടെ രീതിയിൽ ലേഖനം വായിച്ചു. അത് ചോദിച്ചത് തെറ്റാണ്, ശരിയല്ലത്. അവർക്കതിന് അർഹതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. ഇമാം ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വയിൽ കാണാം, ലാകിനിൽ അംദു ഫീഹിൽ ഖിസാസ്, മനഃപൂർവമായ കൊലപാതകമാണെങ്കിൽ അതിന്റെ അടിസ്ഥാന നിയമം എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലുക എന്നുള്ളതാണ്. എന്നാൽ ഫൈദസ്തലഹു അലാ ഷൈഇൻ, അവർ കൊലപാതകത്തിന് ഒഴിവാക്കി കഴിഞ്ഞു. ഒരു മസ്ലഹത്തിന് വേണ്ടി അവർ തയ്യാറായി, ഞങ്ങൾ ഇത്ര തന്നെ. എന്നാൽ വലു അക്സർ മിഅത്തി മിനൽ ഇബ്ലി, അവർ 100-ലധികം ഒട്ടകമാണ് ആവശ്യപ്പെട്ടത്. വലു കാന അലാ മില്യൂൻ, എത്ര മില്യൺ അവർ ആവശ്യപ്പെട്ടാലും ലാ ഹർജ്, ഒരു കുഴപ്പവുമില്ല. ഇദാ കാന ഫിൽ അംദി, മനഃപൂർവ്വമുള്ള കൊലയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം 100 ഒട്ടകത്തിനും മുകളിൽ ചോദിക്കാം. അതിന് ഹദീസിൽ മാതൃകയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, മൻ ഖതല മുതഅമ്മിദൻ റുഫിഅ ഇല ഔലിയാഇൽ മഖ്തൂൽ, ആരെങ്കിലും ഒരാൾ മനഃപൂർവ്വം കൊന്നാൽ അവന്റെ ഔലിയാക്കളിൽ അഥവാ അവന്റെ വലിയകളിലേക്കാണ് മഖ്തൂലിന്റെ കാര്യം തീരുമാനിക്കപ്പെടുക. വഇൻ ശാഉ ഖതലു, അവർ ഉദ്ദേശിച്ചാൽ അവനെ കൊന്നുകളയാം. വഇൻ ശാഉ അഖദു അദ്ദിയ, ഇനി അവർ ദിയത്ത് വാങ്ങിയിട്ടാണെങ്കിൽ അങ്ങനെയും അവർക്ക് ചെയ്യാം. ദിയത്ത് എന്ന് പറഞ്ഞാൽ വഹിയ 30 ഹിഖ്ഖ, 100 ഒട്ടകം ഒരേപോലെയുള്ള ഒട്ടകങ്ങളല്ല. ആ 100 ഒട്ടകത്തിനും ഇസ്ലാമിൽ ചില നിബന്ധനകളുണ്ട്. അതിൽ 30 ഒട്ടകങ്ങൾ 3 വയസ്സ് കഴിഞ്ഞ് 4 വയസ്സിലേക്ക് പ്രവേശിച്ചതായിരിക്കണം. അതാണ് ഹിഖ്ഖത്ത് എന്ന് പറഞ്ഞാൽ. ഇനി 30 ജദ്അ, അതിൽ 30 എണ്ണം വേറെ 30 എണ്ണം 4 വയസ്സ് കഴിഞ്ഞ് 5-ാമത്തെ വയസ്സിലേക്ക് ചേർന്നതായിരിക്കണം. ആ 30 60 ഒട്ടകമായി. ഇനി ബാക്കിയുള്ള 40 ഒട്ടകം എന്ന് പറഞ്ഞാൽ ഖലഖത്തായിരിക്കണം, ഗർഭിണികളായ ഒട്ടകങ്ങളായിരിക്കണം. ഇങ്ങനെയാണ് 100 ഒട്ടകം ഇസ്ലാമിൽ അവർക്ക് ദിയായിക്കൊണ്ട് നിശ്ചയിച്ചു. ഇനി റസൂൽ പറയാം, ഇനി ചില ആളുകൾക്ക് ഈ 100 ഒട്ടകത്തുമിൽ അവർ തൃപ്തിയാകൂല. വഇൻ സാലഹു അലൈ, ഇത് പോരാ, അതിന് അപ്പുറത്തും ഒരു സുൽഹ അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഫഹുവ ലഹും, അതും ചോദിക്കാൻ അവർക്ക് അർഹതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്നാൽ 100 ഒട്ടകം ചോദിക്കുകയാണെങ്കിൽ അത് മാന്യതൻ. ഇനി അവിടെ നിൽക്കണില്ല. ഇനി അതിനപ്പുറത്തേക്കും ഒരാൾ ചോദിക്കണം. അതിന് പരിധിയൊന്നുമില്ല ഇസ്ലാമിൽ. അതിന് അർഹതയുണ്ട്. ഇതെന്തുകൊണ്ടാണ്? ദാലിക ലിതസ്ദീദിൽ അഖൽ, അതൊരു മനുഷ്യന്റെ ഖിസാസിന്റെ കാഠിന്യത്തിന്റെ ഭാഗമാണ്. കാരണം ഒരാളെ ഇത് തന്നാൽ അവന്റെ ജീവൻ രക്ഷിക്കാന്ന് പറയുകയാണെങ്കിൽ അവന്റെ ജീവന് അത്രയും വിലയുണ്ട്. അതായത് അവൻ കൊടുക്കാൻ തയ്യാറാകുകയാണെങ്കിൽ അവൻ നല്ലത്, ഇല്ലെങ്കിൽ അവൻ കൊല്ലപ്പെടും എന്ന രീതിയിലാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കൊലയാളിയുടെ അല്ലെങ്കിൽ ഒരു കൊല ചെയ്യപ്പെട്ടവന്റെ കുടുംബത്തിന് ഒരു മസ്ലഹത്ത് എന്നുള്ള നിലയിൽ ദിയത്തിനേക്കാൾ കൂടുതലായി കൊണ്ട് ചോദിക്കാൻ അർഹതയുണ്ട്. ഇത് ശാഫിഈ മദ്ഹബിലും മാലിക്കി മദ്ഹബിലും ഹംബലി മദ്ഹബിലും അതുപോലെ തന്നെ ഹനഫി മദ്ഹബിലും ഒക്കെ ഏകോഭിപ്രായമായിക്കൊണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമേ ഈ വിഷയത്തിൽ കാണുന്നുള്ളൂ. എല്ലാ മദ്ഹബിലും അഭിപ്രായം തന്നെയുള്ളത്. ഇനി മാത്രമല്ല, അമദ് മനഃപൂർവ്വമുള്ള കൊലയാണെങ്കിൽ ദിയ വേഗം കൊടുക്കണം, വൈകിപ്പിക്കാൻ പാടില്ല. അതേസമയത്ത് അബദ്ധത്തിലുള്ളതാണെങ്കിൽ 3 വർഷം വരേക്കും അവന് കാലാവധി കൊടുക്കാം. പിന്നെ ഈ കേസിലേക്ക് ഇത്രയും ദീർഘമായ വർഷങ്ങൾ എന്തുകൊണ്ട് എടുക്കും ചോദിച്ചാൽ അവിടെയാണ് 2 കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കൊലപാതകിയെ അവന് ഖിസാസ് നടപ്പിലാക്കണമെങ്കിൽ വേറെയും 3 ഷർത്തുകളുണ്ട്. ഒരാൾ കൊല ചെയ്യപ്പെട്ടു, അയാൾ കൊലയാളിയാണ് തെളിയിക്കപ്പെട്ടു, അയാൾ കൊലശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ഇനി അയാളെ സംബന്ധിച്ചിടത്തോളം ദിയത്തും അതുപോലെ തന്നെ മാപ്പൊന്നുമില്ല. എങ്കിലും അയാളെ കൊല ചെയ്യണമെങ്കിൽ 3 നിബന്ധനകൾ കൂടി പൂർത്തിയാകണം. അതിലൊന്നെന്താ വെച്ചാൽ, ഈ തീരുമാനമെടുക്കുന്ന ഇവന്റെ വലിയുണ്ടല്ലോ, ഇപ്പൊ കൊല ചെയ്യപ്പെട്ടവന്റെ വലിയ അവൻ മുക്കല്ലഫായിരിക്കണം, പ്രായപൂർത്തിയായ ആളായിരിക്കണം. ബാപ്പാന്റെ ഒരാൾ കൊന്നു, കുട്ടി ചെറിയ കുട്ടിയാണ്, 2 വയസ്സായ കുട്ടിയാണ്. അപ്പൊ ഈ ബാപ്പാന്റെ കൊലയാളിയെ കൊല്ലണമെന്ന് കോടതി വിധിച്ചു, അവൻ കൊലക്കർഹനാണ്. പക്ഷെ അയാളുടെ മകനെ സംബന്ധിച്ചിടത്തോളം അവന് ബുലൂഗെത്തിയിട്ടില്ല, പ്രായപൂർത്തി എങ്കിൽ ഈ അവന്റെ വലിയന് പ്രായപൂർത്തി എത്തുന്നത് വരെ കാത്തു നിൽക്കണം എന്നാണ്. അവന് 15 വയസ്സ് തികഞ്ഞിട്ടേ അവനോട് ചോദിക്കണം, നിന്റെ ബാപ്പാന്റെ കൊലയാളി എന്ത് ചെയ്യണം, കൊല്ലണോ മാപ്പ് കൊടുക്കണോ, അതല്ലെങ്കിൽ ദിയത്ത് വേണോ. അപ്പൊ അത്രയും സമയം അവന് ജയിൽവാസം അനുഭവിക്കേണ്ടി വരും.
അതുകൊണ്ടാണ് പല കേസുകളിലും കൊലശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാലും ഈ കൊല ചെയ്യപ്പെട്ടവന്റെ വലിയകൾ മുക്കല്ലഫല്ലെങ്കിൽ പ്രായപൂർത്തി എത്താത്തവരാണെങ്കിൽ അതല്ലെങ്കിൽ നാട്ടിലില്ലാത്തവരാണെങ്കിൽ അവിടെ അഭിപ്രായം ആരാഞ്ഞിട്ട് അവർക്ക് കൊലപാതകത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ ആളുകൾക്ക് ഇപ്പൊ ഒരു വാപ്പാനെ ഒരാൾ കൊന്നു, അയാൾക്ക് 3 മക്കളുണ്ട്. 2 മക്കൾ പറഞ്ഞു അയാൾ തലവെട്ടണം, ഒരു മകൻ പറഞ്ഞു തലവെട്ടണ്ട, അയാളെ തലവെട്ടാൻ പാടില്ല. ഇത്തിഫാഖ് ഉണ്ടാകണം. ഈ വലിയകൾ സംരക്ഷക ഇയാളുടെ വലിയകൾ ആരാണെങ്കിലും അവർ ഇത്തിഫാഖ് ഉണ്ടാകണം എന്നാണ് ശരീഅത്തിന്റെ നിയമം. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും, അഭിപ്രായ വ്യത്യാസം വീണ്ടും വെയിറ്റ് ചെയ്യും. അങ്ങനെ കുറച്ചു കാലം താമസിച്ചതിന് ശേഷം മാത്രമേ ആ വിധി നടപ്പിലാക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ടാലും പലപ്പോഴും കുറച്ച് ദീർഘമായ കാലഘട്ടം അവർ ആ രീതിയിൽ തന്നെ ജീവിച്ചു പോകുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ കൊലയാളി ചിലപ്പോൾ പെണ്ണുങ്ങളുണ്ടാകാലോ, അവർ ഗർഭിണിയാണ്, അതല്ലെങ്കിൽ മുലയൂട്ടുന്നവളാണെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം ആ ഗർഭകാലം അവസാനിച്ച് മുലയൂട്ടുന്ന പ്രായം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർക്ക് ഖിസാസ് നടപ്പിലാക്കാൻ കഴിയുള്ളൂ. കാരണം ഇവന്റെ പേരിൽ, ആ പെണ്ണിന്റെ പേരിൽ ഖിസാസ് നടപ്പിലാക്കുമ്പോൾ അതിന്റെ പേരിൽ മറ്റൊരാൾ പ്രയാസപ്പെടാൻ പാടില്ല. അതാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം. ഒരു ഗർഭിണിയെ ഖിസാസ് നടപ്പിലാക്കുകയാണെങ്കിൽ ആ ഗർഭിണിയുടെ കൂടെ ആ കുഞ്ഞു മരണപ്പെടും, ആ കുഞ്ഞു നിരപരാധിയാണ്, അതുണ്ടാകാൻ പാടില്ല. ഇത് ഇസ്ലാമിക ശരീഅത്തിന്റെ കൃത്യമായ മാനദണ്ഡങ്ങളും നിലയും വിലയുമാണ് നമ്മൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ, ഇവിടെ ഒക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക, ഒരു മനുഷ്യന്റെ ജീവന്റെ വിലയാണ്. ഇസ്ലാമിക ശരീഅത്ത് ഒരു മനുഷ്യജീവന് കൊടുത്ത വിലയും നിലയുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിലോ, നമ്മുടെ നാട്ടിൽ മനുഷ്യന് വിലയില്ല, നായക്കും പട്ടിക്കും പൂച്ചക്കും ആനക്കും അതുപോലെ തന്നെ കടുവക്കും സിംഹത്തിനൊക്കെയാണ് വില. ഒരു ആന മനുഷ്യനെ കൊന്നാൽ അവിടെ കുഴപ്പമില്ല, മനുഷ്യന്മാരെ മരിക്കന്നെ, മനുഷ്യന് യാതൊരു നിലയും വിലയില്ല നമ്മുടെ നാട്ടിൽ. ഇസ്ലാമിക രാജ്യത്ത് അങ്ങനല്ല. ഇസ്ലാമിക രാജ്യത്ത് എന്തിനേക്കാളും വില മനുഷ്യന്റെ ശരീരത്തിനും മനുഷ്യന്റെ ജീവനുമാണ്. അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ ഒരു 34 കോടിയല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടവനാണെങ്കിൽ ആ സ്വന്തം ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി ഭൂമി നിറയെ സ്വർണം കൊടുക്കാൻ ഒരു മനുഷ്യൻ തയ്യാറായാൽ പോലും അങ്ങനെ മനുഷ്യന്മാർ തയ്യാറാകുന്ന വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാൻ കാണാം, ഇന്നല്ലദീന കഫറൂ വമാതു വഹും കുഫാർ ഫലൻ യുഖബല മിൻ അഹദിഹിം മിൽഉൽ അർദി ദഹബൻ വലൗ ഇഫ്തദാ ബിഹി. കാഫറായി ഒരു മനുഷ്യൻ മരിച്ചു, അവൻ നരകത്തിലേക്ക് പോകേണ്ടവനാണ്. ഇനി അവൻ പറയാണ്, പടച്ചവനെ ഭൂമി നിറച്ച് സ്വർണം ഞാൻ തന്നാൽ എന്നെ രക്ഷപ്പെടുത്തു ചോദിച്ചാൽ രക്ഷപ്പെടുത്താൻ കഴിയും. അപ്പൊ ഒരു മനുഷ്യൻ അവനൊക്കെ സംഭവിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭൂമി നിറയെ സ്വർണം, എത്രയായിരിക്കും എന്റെ വില? അള്ളാഹ് പറയാൻ സൂറത്ത് ആൽ ഇംറാനിൽ, അത് 300 കോടി പോലും നിൽക്കൂല. ആ ഭൂമി നിറയെ സ്വർണം ഒരു മനുഷ്യൻ കൊടുക്കാൻ തയ്യാറാകും സ്വന്തം ജീവൻ രക്ഷിക്കാൻ എന്നല്ല പറഞ്ഞു. അത്രയും വിലയുണ്ട് മനുഷ്യന്റെ ജീവന്. അതുകൊണ്ട് ആ വിഷയം കൃത്യമായി നമ്മൾ പഠിക്കണം. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹ് പറഞ്ഞ പോലെ തൻസീലു മിൻ ഹക്കീമിൻ ഹമീദ്, അത് ഹക്കീമായ പടച്ചറബിൽ നിന്ന് അവതരിക്കപ്പെട്ടതാണ്. അതിൽ യാതൊരു ന്യൂനതയും ആർക്കും കണ്ടെത്താൻ കഴിയില്ല. അത് നമ്മളൊരു പ്രശ്നം വരുമ്പോൾ ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കുക, മനസ്സിലാക്കുക. അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതല്ലാതെ അത് ശരിയായിട്ടോ ഇത് ശരിയായിട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് ഇസ്ലാമിക ശരീഅത്തിനെ അപഹസിക്കുന്ന രീതി ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു അവന്റെ ദീൻ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് വരുന്ന വെള്ളിയാഴ്ചയാണ്. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വെള്ളിയാഴ്ച ഇലക്ഷൻ വരുന്നത് നമുക്കാർക്കും ഓർമ്മയില്ല. എന്തിനാണ് മുസ്ലിമീങ്ങളുടെ ആരാധനാ ദിവസമായ വെള്ളിയാഴ്ച തന്നെ ഇലക്ഷൻ കൊണ്ടുപോയിച്ചത്? ഇന്ന് തമിഴ്നാട്ടിലാണ്, അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ നാട്ടിലാണ്. അപ്പോൾ ചില ആളുകളുടെ കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെല്ലാവരും സംബന്ധിച്ചിടത്തോളം, നമ്മളാരും വോട്ട് പാഴാക്കി നിർബന്ധമായി നമ്മൾ കൃത്യമായി വോട്ടുകൾ രേഖപ്പെടുത്തണം. രാവിലെ തന്നെ, ഇപ്പോൾ ജുമായുടെ സമയത്തേക്ക് കാത്തു നിൽക്കേണ്ട രാവിലെ തന്നെ പോയി വോട്ടുകൾ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മുടെ ഓരോ വോട്ടുകളും പ്രധാനമാണ്. കാരണം പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയുണ്ടാക്കുന്ന നീക്കങ്ങളാണ് നമ്മുടെ ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.
ഏകസിവിൽ കോഡ് നടപ്പിലാക്കുമെന്നവർ പറയുന്നു. അധികാരം കിട്ടിയാൽ ആദ്യമായിരിക്കും നടപ്പിലാക്കുക. ഏകസിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീഅത്തിന്റെ നിയമങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ കൃത്യമായിക്കൊണ്ട് നടപ്പിലാക്കാൻ കഴിയാത്ത വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടമായിരിക്കും ഉണ്ടാകുക. നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ജനാധിപത്യ പ്രക്രിയകളിൽ നമ്മൾ പങ്കാളികളാവുകയും വേണം. ഒരു ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വെള്ളിയാഴ്ച അതുകൊണ്ട് ജുമയുടെ പ്രശ്നം ഉണ്ടാകും. യാത്രയുടെ പരിധിക്കപ്പുറം 70-80 കിലോമീറ്റർ അപ്പുറത്തൊക്കെയാണ് പലപ്പോഴും ഡ്യൂട്ടി കിട്ടുന്നത് എങ്കിൽ അവർ യാത്രക്കാരുടെ ഹുക്കുമിലായിരിക്കും. അവരെ സംബന്ധിച്ച് ജുമ നിർബന്ധമില്ല. ഇനി അതുമല്ല, ഇനി അതിന്റെ പരിധി തന്നെയാണ്, പക്ഷെ അവിടേക്ക് പോരാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ മഹബൂസിന്റെ ഹുക്കുമായിരിക്കും എന്ന് പറഞ്ഞാൽ തടയപ്പെട്ടവന്റെ, ജുമക്ക് വരാൻ കഴിയാതെ തടയപ്പെട്ടവന്റെ ഹുക്കുമായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ളുഹർ നിസ്കരിക്കാവുന്നതാണ്. അതേസമയത്ത് വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജുമ പോകേണ്ട അവസ്ഥയല്ല. അവർ കൃത്യമായി സമയത്തിന് വരിക. അത് കഴിഞ്ഞിട്ട് വിശാലമായ സമയം ജുമക്ക് വേണ്ടി വോട്ടിന് വേണ്ടി ഉപയോഗപ്പെടുത്താവുന്നതാണ്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ വോട്ട് എടുപ്പെന്ന് തന്റെ എതിർ പാർട്ടിയെ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളതല്ല. ഒരു മുസ്ലിമിന്റെ നാവും അവന്റെ ചിന്തയും അവന്റെ വാക്കുകളുമൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് തന്നെയായിരിക്കണം. അതിന് വിടാതെയായിരിക്കണം അവന്റെ രാഷ്ട്രീയ പ്രവർത്തനം. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതായിരുന്നാലും വലിയ പ്രതിസന്ധിയും ആശങ്കയും നമ്മുടെ മുമ്പിലുണ്ട്. അത് മനസ്സിലാക്കി നമ്മളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഭവിഷ്യത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും നമ്മയും നമ്മുടെ നാടിനെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ദ്രോഹമുണ്ടാക്കുന്ന ഭരണാധികാരികളിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം രക്ഷപ്പെടുത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا صيامنا وقيامنا يا رب العالمين. ربنا تقبل منا صيامنا وقيامنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.